ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹം എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാം എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ CUT UG എക്സാം എഴുതിയിരിക്കണം. അതിന് മുമ്പായിട്ട് CUT UG എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ എക്സാമിന് ശേഷം റിസൾട്ട് വരുന്നതാണ്. അതിനുശേഷം റിസൾട്ട് വരുന്നതോടൊപ്പം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ CSIS പോർട്ടൽ ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ പോർട്ടൽ ഓപ്പൺ ആയ ഉടനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് CSIS പോർട്ടലിൽ പോയി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. CSIS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് പ്രിഫറൻസ് ഫില്ല് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്രിഫറൻസ് ഫില്ലിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഈ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പ്രിഫറൻസ് കൊടുത്തതിന് ശേഷം പിന്നെ വരുന്നത് നിങ്ങളെ മാർക്ക് അടിസ്ഥാനത്തിൽ സീറ്റ് അലോട്ട് ചെയ്യുകയാണ്. സീറ്റ് അലോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സീറ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. സീറ്റ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടക്കും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീ പേയ്മെൻ്റ് ആണ്. ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയതോടുകൂടി നിങ്ങളെ അഡ്മിഷൻ കൺഫേം ആവും. ഡൽഹി യൂണിവേഴ്സിറ്റിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് +2 എന്താണ് പഠിച്ചത് ആ വിഷയങ്ങളായിരിക്കണം നിങ്ങൾ CUT UG എക്സാമിൽ എഴുതിയിട്ടുണ്ടാവേണ്ടത്. അപ്പോൾ CUT UG റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ 1-on-1 ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതോടൊപ്പം തന്നെ കമൻറ്റിൽ CUT ഗൈഡൻസ് എന്ന് കമൻറ്റ് ചെയ്യുക.